കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുക. ഹാർവസ്റ്റ് ടി വി ഒരുക്കുന്ന കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ ദൈവദാസന്മാരുടെ അനുഭവങ്ങളും അനേകർക്ക് ബലവും ഇൻസ്പിറേഷനും ആയി ഞങ്ങൾ അറിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പിൽ ചർച്ചിൻ്റെ മിനിസ്റ്റീരിയൽ കൗൺസിൽ മെമ്പറും ട്രിവാൻഡ്രം റീജിയൻ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നെടുമങ്ങാട് സെൻട്രൽ പാസ്റ്ററുമായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ D.P. ജോൺ അവരുകളാണ്. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേല ഈ തെക്കൻ തിരുവിതാംകൂറിൽ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസ അനുഭവങ്ങൾ നമുക്കേവർക്കും ഒരു പ്രചോദനമായി തീരും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പാസ്റ്റർ, ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, ഇന്ന് ഞങ്ങൾ ദീർഘവർഷങ്ങളായി താങ്കളുടെ കർത്താവിന് വേലുള്ള ചില അനുഭവങ്ങൾ ചോദിച്ചറിയാനാണ് ഞങ്ങൾ ഇന്ന് ദൈവസ്ഥനായിരിക്കുന്നത്. പക്ഷേ ആദ്യമായി ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്, താങ്കളുടെ രക്ഷയിലേക്ക് വരേണ്ട അനുഭവങ്ങൾ, കർത്താവിൽ വരേണ്ട അനുഭവങ്ങൾ എന്തായിരുന്നു? 1967 ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സഹോദരൻ, അത് എൻ്റെ അനുജൻ, വല്യപ്പൻ്റെ മകൻ, എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു അസുഖം എന്ന് വെച്ചാൽ താൻ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ കളിച്ച് ഗ്രൗണ്ടിൽ നടുപിടിച്ച് വീണ് അതിൻ്റെ ഫലമായി പല വർഷങ്ങൾ രോഗക്കിടക്കയിൽ താനായിത്തീർന്നു. എന്നാൽ അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഏകദേശം 11ഓളം വൈദ്യന്മാരാൽ ചികിത്സകൾ നടത്തുകയും തിരുമുകയൊക്കെ ചെയ്തു. ഒന്നിലും പരിഹാരം ഉണ്ടാകാതെ മുന്നോട്ട് പോയി. ഈ സമയത്ത് പെന്തക്കോസ്ത് മാർഗത്തോട് ഞങ്ങളുടെ അടുത്ത് തന്നെ സ്വതന്ത്ര സഭ ഉണ്ടായിരുന്നു. അവിടെ ദൈവ മക്കളെയൊക്കെ ഞങ്ങൾ അധിക്ഷേപിക്കാൻ ചെറുപ്രായത്തിൽ തന്നെ ഒരു മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുകയായിരുന്നു. അവസാനം അവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അനന്തരം എൻ്റെ സഹോദരനൊരു വിടുതലുണ്ടാകാനും അതോടുകൂടി അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാനും ഷാരോൺ ബൈബിൾ കോളേജിൽ തിരുവല്ലയിൽ കടന്നുപോയി അന്ന് CTH കോഴ്സ് പഠിക്കുകയും 3 വർഷം കോഴ്സ് കഴിയും. ആ സമയത്ത് ഞാൻ SSLC എല്ലാം പാസ്സായി ധനുച്ചൂരത്തെ VTM NSS കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓരോ വർഷവും അവധി സമയത്ത് നാട്ടിൽ വരുമ്പോൾ തൻ്റേതായ ബൈബിൾ കോളേജിൽ പഠിച്ച നോട്ട് ബുക്കുകൾ ഞാൻ മേടിച്ച്, ഞാൻ വേറൊരു ബുക്ക് മേടിച്ച് റീറൈറ്റ് ചെയ്ത് അത് വെച്ച് ഞാനും പഠിക്കുമായിരുന്നു വീട്ടിലിരുന്ന്. ഇങ്ങനെ പഠിച്ചും ഈ സഹോദരൻ്റെ സൗഖ്യം എൻ്റെ ഉള്ളതൊരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം ഉണ്ടാകുകയും ഈ ദൈവം നല്ല ദൈവമാണല്ലോ എന്ന് മനസ്സിൽ ഉണ്ടായ ആഗ്രഹപ്രകാരം എൻ്റെയും ഹൃദയം കർത്താവിനായി സമർപ്പിച്ച് അങ്ങനെ മുമ്പോട്ട് വരാനിടയായി. ഒരു പാസ്റ്ററാകാനോ ഒരു സഭാ ലീഡറാകുമെന്നൊന്നും ചിന്തിച്ചല്ല, കേവലം വിശ്വാസിയായിരിക്കണം എന്നുള്ള ചിന്തയാണ്. പഠിച്ച് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടായ ഒരു ജോലി മേടിച്ച്, ചെറുപ്പത്തിലെ എൻ്റെ പിതാവ് മരിച്ചതുകൊണ്ട് എൻ്റെ അമ്മ ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ട് പുല്ലൊക്കെ പറിച്ച് വിറ്റാണ് ഞങ്ങളെ പുലർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കീഴിൽ 5 സഹോദരങ്ങളുടെ ഉണ്ട്. ഞങ്ങൾ 6 പേരാണ് ഒരമ്മയ്ക്ക്. ആ സഹോദരങ്ങളെ ഒന്ന് കൈത്താങ്ങി അവരെയും കൂടെ അവരുടെ 3 പെൺമക്കളും 3 ആൺമക്കളുമാണ്. ആ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനൊക്കെ ആഗ്രഹിച്ച് ഞങ്ങൾ മുമ്പോട്ട് വരുന്ന അളവിലാണ് 1973 69 ഞാൻ സ്നാനപ്പെടുന്നു. 1969 ജൂൺ മാസത്തിൽ ഞങ്ങളുടെ സ്വന്തം സ്ഥലമായ തവയത്തോണത്ത്
ഒരു കൺവെൻഷൻ വയ്ക്കുകയും PV ആശാരി എന്നറിയപ്പെടുന്ന ദൈവഭക്തനെ വിളിച്ച് കൺവെൻഷൻ നടത്തി. ആ സമയം ജൂൺ മാസത്തിലാണ് കൺവെൻഷൻ വയ്ക്കുന്നത്. അന്നൊക്കെ കോരിച്ചൊരിയുന്ന മഴ ഉള്ള സമയമാണ്. ഞങ്ങൾ ചില ദൈവാസന്മാർ സഹോദരങ്ങളെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. ഞാൻ ഒന്ന്, അതിലെൻ്റെ ഈ പറഞ്ഞ രോഗിയായി വീണ് സൗഖ്യം പ്രാപിച്ച അനുജനൊന്ന്, വേറെ സൈലസ് എന്നൊരു സഹോദരൻ, സിംബോസ് എന്ന് മറ്റൊരു സഹോദരൻ. ഞങ്ങൾ 4 പേരും കൂടെ ചേർന്ന് ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവമേ, ഏലിയാവിൻ്റെ ദൈവം ഞങ്ങളുടെയും ദൈവമാണ്, അതുകൊണ്ട് ഈ മഴ ഞങ്ങൾക്കൊന്ന് മാറ്റിത്തരണം. കൺവെൻഷൻ കഴിയുന്നിടം വരെ മഴ പെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതോടുകൂടെ കൺവെൻഷൻ ആരംഭിക്കുന്നു. ആ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച 11 മണി കഴിഞ്ഞല്ലാതെ മഴ പെയ്യരുത് എന്ന് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഉപവസിച്ച്. ദൈവം പ്രാർത്ഥന കേട്ടു. 11 മണി കഴിഞ്ഞ ശേഷമാണ് കോരിച്ചൊരിഞ്ഞ മഴ ആ പ്രദേശത്തുണ്ടായത്. അതേസമയത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ മറ്റതിൻ്റെ 5-2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഭയങ്കര മഴ പെയ്യുകയാണ്. ഇവിടെ മഴ പെയ്തില്ല. ഒരത്ഭുതമായിരുന്നു. അതുപോലെ പാസ്റ്റർ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു സഹോദരൻ എൻ്റെ രോഗസൗഖ്യത്തോടെയാണ് വന്നതെന്ന്. ആ സഹോദരൻ പിന്നെ ബൈബിൾ കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, പിന്നെ അത് എന്തായി മാറി, അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. നേരത്തെ ഓർപ്പിച്ചതുപോലെ എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ 3 പേരാണ്. അതിൽ ഒരാളാണ്, ഇളയാളാണ് എൻ്റെ അപ്പൻ എന്ന് പറയുന്നത്. അവിടെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകനാണ് HN റസൽ എന്ന് പറയുന്ന ഈ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ ആൾ. പുള്ളിക്കാരനതോടെ സൗഖ്യം പ്രാപിച്ച ശേഷം സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ശാരോൽ പഠിച്ചു വന്ന ശേഷം താൻ പല സ്ഥലങ്ങളിൽ സഭാശുശ്രൂഷകളുടെ ബന്ധത്തിലായിരുന്നു. അതിനുശേഷം താൻ വന്നിട്ട് ഇവിടെ തമിഴ്നാട് പിണന്തോടെന്ന് പറയുന്ന സ്ഥലം, അതായത് കളിയലിന് കിഴക്ക് ഭാഗം, അവിടെ ഒരു സഭയിൽ പാസ്റ്റർ ക്രിസ്തുദാസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ ചർച്ചിൽ പുള്ളി അവിടെ ശുശ്രൂഷകനാക്കി. സ്വതന്ത്ര ഫെലോഷിപ്പാണ്. അവിടുന്ന് മാറി അദ്ദേഹത്തിൻ്റെ സഭ ആര്യനാടുണ്ടായിരുന്നു, ചെറുകുളം. ആ സഭയിൽ ശുശ്രൂഷകനായിരുന്നു. ഈ 2 സഭകളിൽ ഞങ്ങൾ പോവുകയും തന്നോട് ചേർന്ന് പ്രവർത്തിക്കുകയും അതിനെ ആത്മാക്കളെ നേടുകയൊക്കെ ചെയ്യുകയായിരുന്നു. ആ പുള്ളിക്കാരൻ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ രോഗം തന്നെ ബാധിച്ചു. ഏകദേശം 13 വർഷക്കാലം താൻ രോഗിയായി എഴുന്നേക്കാൻ മേലാതെ കിടക്കയിലായിരുന്നു. ആ സമയത്ത് സമയത്തോണത്തുള്ള ചർച്ചിനോട് ചേർന്ന് താനും ഒരു 5 സെൻറ്റ് സ്ഥലം വിലയ്ക്ക് മേടിച്ചു. അവിടെ ഷെഡ് പണിത് അതിനകത്ത് റൂം ഒരു സൈഡിൽ പണിതിട്ട് അവിടെയാണ് താൻ കിടക്കുകയായിരുന്നത്. തൻ്റെ മാതാവ്, പിതാവ്, ഞങ്ങളുള്ളപ്പോൾ ഞങ്ങളൊക്കെയാണ് പോയി തന്നെ ശുശ്രൂഷിച്ചെങ്കിലും അവിടെ ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പ് എന്ന് പറയും, പ്രയർ ഗ്രൂപ്പ് താൻ ആരംഭിച്ചു. അനേക ആത്മാക്കൾ രക്ഷപ്പെടാനിടയായി. താൻ പ്രാർത്ഥിക്കുന്ന അനേക രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു. പക്ഷേ താൻ ഈ കിടക്കയിലുമാണ്. മാത്രമല്ല തന്നിൽ കൂടെ പല അത്ഭുതങ്ങൾ നടക്കാനിടയായി. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് 100-100-ലധികം പാട്ടുകൾ താൻ എഴുതാനും അതെല്ലാം അതിനെ തിരുത്തി കൊടുക്കുന്ന ഞാനാണ്. അങ്ങനെല്ലാം ചെയ്ത് നല്ല പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ ആ കിടപ്പിലാണെങ്കിൽ വീൽ ചെയറിൽ പല സ്ഥലങ്ങളിൽ ഷിബു പാസ്റ്ററുടെ സ്ഥലമായ അരുമന, മാറപ്പാടി, അവിടെയെല്ലാം കൺവെൻഷന് പോവുകയും ആ ഇരിപ്പിലിരുന്നുകൊണ്ട് തന്നെ അനേക രക്ഷയിലേക്ക് കൊണ്ടുവരാനും ഇവിടെ വീട്ടിനടുത്തും തന്നെ ചില കുടുംബങ്ങൾ രക്ഷിക്കപ്പെടാനും ചില സഭകൾ അവിടെ ഉണ്ടാകാനൊക്കെ ഇടയായിട്ടുണ്ട്. തന്നിൽ കൂടെ ഇപ്പോഴാ പ്രവർത്തനം ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ നിലയിലൊക്കെ ദൈവം തന്നെ ശക്തമായി ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ തന്നെ പാസ്റ്റർ അതിൽ കൂടെ രക്ഷിക്കയിലേക്ക് വന്നു. അങ്ങനെയാണ് പാസ്റ്റർ മിനിസ്ട്രിയിലേക്ക് വരുന്നത് അല്ലേ? മിനിസ്ട്രിയിലേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ. ഇതാണ് ഈ കാരണത്താലാണ് രക്ഷയിലേക്ക് വരുന്നത്, തൻ്റെ സൗഖ്യം. അങ്ങനെ ഇരുന്നപ്പോൾ
എനിക്ക് മിനിസ്ട്രിയിൽ വരാനൊരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചില വ്യക്തികൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് ദൈവാലോചന ഉണ്ടായി. അപ്പം ഞാൻ ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ഒത്തിരി വരുന്ന ഈ വാണ്ടറ്റുകൾ, പത്രത്തിലുള്ള വാണ്ടറ്റുകൾ കാണുമ്പോൾ എഴുതി അയക്കും. ഒറ്റ ജോലിക്ക് പോലും ഒരു ഇൻ്റർവ്യൂവിന് പോലും ഒരു കാർഡ് വന്ന് വിളിച്ചതായിട്ട് അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ തന്നയക്കുന്ന ആപ്ലിക്കേഷൻ ഞാൻ കൊണ്ടിടുന്നവർക്ക് എൻ്റെയും കൂടെ ചേർത്തിടുമ്പോൾ അവർക്കെല്ലാം വിളിച്ച് ജോലി കൊടുക്കുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു, ടെസ്റ്റ് എഴുതുന്നു, പാസ്സാകുന്നു, ജോലി കയറുന്നു. എനിക്കൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ഒരിക്കൽ വീണ്ടും സംസാരിച്ചു, നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്, അവിടെ നീ ഇനി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ ഈ പ്രവാചകന്മാരിൽ കൂടെ പറയുന്നത് ദൈവഹിതമാണെങ്കിൽ അത് എന്നോട് ദൈവം നേരിട്ട് സംസാരിക്കണം. എത്രാമത്തെ വയസ്സിലാണ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ നിലയിൽ ദൈവം എന്നോട് സംസാരിച്ചാലേ ഞാൻ വേലയ്ക്ക് ഇറങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ദർശനങ്ങൾ ദൈവം എനിക്ക് തന്നു. കാരണം ഞാൻ ചില സ്ഥലത്തൂടെ കടന്നു പോകുന്നതും ഒരു മലയിൽ കൂടെ കയറണം, അതിൻ്റെ മുകളിൽ പോയി സുവിശേഷം പറയണം. കീഴ്ക്കാൻ തൂക്കായി കിടക്കുകയാണ്, കയറേണ്ട ഒരു സ്റ്റെയറും ഇല്ല, ഒരു നിലയിൽ മുന്നോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അത് പോകാൻ വേണം, ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് കയറുകയും വേണം. ഞാൻ വെള്ളം ചുമ്മിയിട്ടുണ്ട്, കയറാൻ പറ്റുന്നില്ല. എങ്കിലും ഓരോ കാല് നോക്കി ഒരു പടി സ്വയമേവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ അടുത്ത കാല് നോക്കി അടുത്തൊരു പടി ഉണ്ടാകുകയാണ്. അങ്ങനെ ഈ വെള്ളക്കുടവുമായിട്ട് ഞാൻ നേരെ മുകളിൽ കയറുന്നു. വിശാലമായൊരു പരപ്പ് കാണുന്നു. അവിടെ പോയി സുവിശേഷം പറയുന്നൊരു കാഴ്ച അന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി. ഒരു രാത്രി ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങുമ്പോൾ ഈ കൈയുടെ ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ വരികയാണ്. നല്ല മനോഹരമായ കപ്പ് കയ്യിലിരിപ്പുണ്ട്. ഞാൻ ദാഹിച്ചാണ് ആ സമയത്ത് കിടക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത്. ആ കാഴ്ച കാണുമ്പോൾ പിന്നെ നേരെ കൊണ്ട് ഈ കയ്പ്പ് നീട്ടുകയാണ്. അപ്പം ഞാൻ ദാഹിച്ച് ഇരിക്കുകയാണ്. അപ്പം ചെന്ന് ആർത്തിയോടെ വെള്ളം വാങ്ങാനായിട്ട് കൈ നീട്ടുമ്പോൾ പറയണം, മകനെ, ഇത് വളരെ കയ്പ്പാണ്, നിന്നെക്കൊണ്ട് കുടിക്കാൻ പറ്റുമോ എന്നൊരു ശബ്ദം ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ ചിന്തിച്ച്, നാരങ്ങ കയ്പ്പാണെങ്കിൽ ഞാൻ കഴിക്കുന്നല്ലോ, അപ്പം അതുപോലെ അങ്ങ് കഴിക്കാം എന്ന് വിചാരിച്ച് കൈ നീട്ടി ഞാൻ വാങ്ങുന്നതായിട്ട് കണ്ടു. വീണ്ടും ചില സങ്കീർത്തനങ്ങൾ, 103-ാം സങ്കീർത്തനം എടുത്ത് വായിക്കാൻ പറയുന്നു, 40-ാം സങ്കീർത്തനം വായിക്കാൻ പറയുന്നു. മറ്റു ചില ഭേദഭാഗങ്ങൾ എന്നെ കാണിക്കുന്നു. അതൊക്കെ വായിച്ച് അങ്ങനെയാണ് ഞാൻ വേലയ്ക്കൊരു പ്രചോദനം ഉണ്ടാകുകയും അതോടുകൂടെ ഞാൻ ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് 1973 ആ ചർച്ചിൽ ഞാൻ ചെറിയ രോഗമായിട്ട് പ്രയാസപ്പെട്ട് തവയത്തോളം ചർച്ചിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാനും വയ്യാത്തൊരു കണ്ടീഷനിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ ബഹുമാനപ്പെട്ട ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ കെ.എൽ. സണ്ണി അവർകൾ കുന്നത്തുകാൽ എന്ന ജംഗ്ഷനിൽ വന്നിട്ട് തനിക്കൊരു മെട്രോഡോർ കാറുണ്ടായിരുന്നു, വണ്ടി ടെമ്പോ. ഒരാളെ വിട്ടയച്ചു, DP ജോൺ പാസ്റ്റർ പെട്ടെന്ന് ഇവിടെ വരാൻ പറഞ്ഞു. കുന്നത്തുകാൽ വരാൻ പറഞ്ഞു. എനിക്കാണ് പോകാൻ ഒട്ടും വയ്യാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അളിയൻ സിംബോസ് പുള്ളി വന്ന് നിങ്ങളെ പാസ്റ്റർ അന്വേഷിക്കുകയാണ്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഇനി പോകാൻ വയ്യ, സൈക്കിളിൽ. അപ്പോൾ അന്ന് ബൈക്കൊന്നുമില്ലല്ലോ. എന്നെ പുള്ളിക്കാരൻ സൈക്കിളിലിരുത്തി ഉരുട്ടി അവിടെ വരെ കൊണ്ടുവന്നു. പാസ്റ്ററോട് പറഞ്ഞു, ബ്രദറെ, ഒരു വേല സ്ഥലം ഇന്നടുത്ത് കിടപ്പുണ്ട്, ഒരാൾ വേണം, നിങ്ങൾ പോയി ആ വേല നടത്തണം എന്ന് ആദ്യമായിട്ട് പുള്ളി എന്നോട് പറയുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോരുകയും വേഗം എൻ്റെ മറുപടി പറയണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച അനന്തരം ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ടായി. അങ്ങനെയാണ് ആദ്യം വാഴച്ചലിന് സമീപം പേരേക്കോണം ആനക്കുഴി എന്ന സ്ഥലത്ത് ഷാരൻഫുള്ളൊരു ചർച്ചുണ്ടായിരുന്നു. അവിടെ എന്നെ ആദ്യം ആക്കുന്നത് 1973
അതെങ്ങനെ ചർച്ചായിരുന്നോ അതോ ചർച്ചായിരുന്നു. ഒരു ഷെഡാണ്. ഇന്നത്തെ പോലെയുള്ള ചർച്ചൊന്നും അല്ലല്ലോ അന്ന്. അതെ, ഓല മേഞ്ഞതും പുല്ല് മേഞ്ഞതൊക്കെയാണ്. നമ്മൾ ചർച്ചായിരുന്നു. അവിടെ 10, 20, 25, 30 ആൾക്കാർ അന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി ആദ്യം ശുശ്രൂഷ ആരംഭിക്കുന്ന അവിടെ മുതലാണ്. അതിനുശേഷം അവിടുന്ന് തന്നെ 74 ആയപ്പോൾ ആലത്തൂർ എന്ന സ്ഥലത്തോട്ട് മാറ്റി. പാസ്റ്റർ ആദ്യം മിനിസ്ട്രി ആരംഭിക്കുമ്പോഴൊക്കെ എങ്ങനെ ഈ മിഷൻ സ്റ്റേഷനാണോ മാക്സിമം ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? അതോ ഞങ്ങൾ ശുശ്രൂഷ സഭാ പ്രവർത്തനമാണെങ്കിൽ തന്നെയും ഈ നേരത്തെ പറഞ്ഞ എൻ്റെ അനിയൻ, ഞങ്ങൾ 4 സഹോദരന്മാരെന്ന് പറഞ്ഞ് ഞങ്ങൾ 4 പേരും ചേർന്ന് എല്ലാ കവലകളും പോയി പരസ്യയോഗം നടത്തും. ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. എവിടെയല്ല അന്ന് കാൽനടയായിട്ടാണ് നടക്കുന്നത്. അവിടുന്ന് പെരുങ്കടവിള, ശിവലോകം, ചിറ്റാർ 1, ഇപ്പോൾ ശിവലോകം, പനച്ചമൂട്, വെള്ളറട, പിന്നെ അഞ്ചുമരംകാല എന്ന് വേണ്ട, കുറുവാട്, പാലിയോട്, ചാവടി, ഈ ഏരിയയിലൊക്കെ നടന്നു പോകും. ഇതെല്ലാം നടന്നു പോയി ചെന്ന് പരസ്യയോഗം നടത്തുകയാണ്. എന്തെങ്കിലും റിസൾട്ടുകൾ ഈ പരസ്യങ്ങൾ നടന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഉള്ള നടന്നതായിട്ട് നമുക്കറിയില്ല. അന്നത്തെ കാലത്തൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. പക്ഷേ സുവിശേഷത്തിന് വിത്ത് വാരി വിതച്ചു. ഇന്നൊക്കെ അവിടെ എല്ലാം വലിയ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് റിസൾട്ട് അല്ലേ? അതെ, അത് റിസൾട്ടാണ്. അന്നൊന്നും കണ്ടില്ല. ഒരുപാട് തന്നെ ഇന്ന് ഒത്തിരി പെന്തക്കോ സഭകളുണ്ട്. പാലിയോട്, തത്തിയൂർ നമ്മുടെ ഹാരൻ്റെ ഒരു ചർച്ചുണ്ട്. എവിടെയെല്ലാം പോയി അന്ന് പ്രവർത്തിച്ചോ. ശിവലോകത്ത് സഭയായി, പിന്നെ കളിയൽ സഭയായി. ഇതൊക്കെ നേരത്തെ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. നേരത്തെ ഇല്ല. നിങ്ങൾ പോയി വിശ്വാസത്താൽ വിത്തുകൾ പരസ്യവും നടത്തി. അപ്പോൾ അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ കൂടെ അനേക സഭകൾ ഉടലെടുക്കാൻ പിന്നത്തെ അവസരം ഒരുക്കി. അതുപോലെ തന്നെ പാസ്റ്റർ, അതുപോലെ തന്നെ പാസ്റ്ററിന്റെ മിനിസ്ട്രിയിൽ എഴുന്നേറ്റിട്ടുള്ള ശുശ്രൂഷന്മാർ എത്രത്തോളം ഉണ്ടാകും? എല്ലാവരുടെയും പേര് ഓർമ്മയില്ലെങ്കിലും 50-50ലധികം 100-നകത്തോളം ആൾക്കാർ ശുശ്രൂഷ വേലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു ബാബു സാം, പിന്നെ ഒരു വിജി സാം, പിന്നെ ഒരു തോമസ്, പിന്നെ ആളുടെ ജ്യേഷ്ഠൻ ശമുവേൽ, ഇങ്ങനെ ഒരു ഭാസ്കരൻ. ഇവരെല്ലാം മിനിസ്ട്രിയിലുണ്ടല്ലോ അല്ലേ? ഭാസ്കരൻ മരിച്ചുപോയി, ബാക്കിയെല്ലാം മിനിസ്ട്രിയിലുണ്ട്. അതുപോലെ തന്നെ പാസ്റ്ററെ, അടുത്ത ചോദ്യം വെച്ചാൽ പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിൽ പോയി ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാമോ? എത്ര പ്രവർത്തനങ്ങളുണ്ട്? അത് ആരംഭിക്കേണ്ട കാരണങ്ങൾ എന്താണെന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ പെരുങ്കടവിള ചർച്ചിലിരിക്കുമ്പോഴാണ് ധനുവച്ചൂർത്ത് ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത്. ധനുവച്ചൂരും കോളേജിൻ്റെ അടുത്ത്. അവിടെ പ്രവർത്തിച്ച് പിന്നെ ഞാൻ നേരത്തെ അവിടെ കുറച്ച് ദിവസം ചുരുണ്ടിട്ടുണ്ട്. അപ്പം എന്നെ അങ്ങോട്ട് മാറിയതോടെ, ഞാൻ പെരുങ്കടവിള മാറിയോടെ ഈ ചർച്ച അങ്ങ് നാമാവശേഷമായി ഇല്ലാതെ പോയി. ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടെ വരുമ്പോഴൊക്കെ അവിടുത്തെ ആൾക്കാർ പറയും, ഭാഷ ഇവിടെ ഒരു പ്രവർത്തനം തുടങ്ങണം, നിങ്ങൾ ആരംഭിച്ചതല്ലേ, നിങ്ങളൊരു പ്രവർത്തനം തുടങ്ങണം എന്ന് പറയും. അങ്ങനെ അവരുടെ നിർബന്ധം സഹിക്കാതെ എനിക്കൊരു അകത്തൊരു താല്പര്യമുണ്ട്, ഒരു വേല ഇവിടെ ആരംഭിക്കണമെന്ന്. ഞാനും എൻ്റെ ഭാര്യയും പെരുങ്കടവിളയിൽ നിന്ന് 10-ലധികം കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ വരാൻ, ധനുവച്ചൂരത്ത് വരാൻ. ഞങ്ങൾ ഷോർട്ട് കട്ടായിട്ടൊക്കെ നടന്ന് എടുത്ത് ഇവിടെ വന്ന് പ്രവർത്തിച്ച് കോളേജിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ചായക്കട നടത്തിക്കൊണ്ടിരുന്നു. അത് ഒഴിഞ്ഞ് കിടപ്പുണ്ട്, കടയൊന്നും നടപ്പില്ല. ആദ്യം പോയി വാടകയ്ക്ക് എടുത്ത് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ആരംഭിച്ചതിൻ്റെ ഫലമായിട്ട് ചായക്കട നിറച്ച ആൾക്കാരായി. അടുക്കള വരെ, അതിൻ്റെ അടുക്കളയിൽ വരെ ആളുകളായി. പിന്നെ പുറത്ത് റോഡിൽ തിങ്ങി നിറഞ്ഞ ആൾ നിൽക്കും. ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു വേല അവിടെ ഫോം ചെയ്യാനും കോളേജിൽ പോകുന്ന അനേക സ്റ്റുഡൻറ്റുകളും പോയിട്ട് എൻ്റെ ഭാര്യയുടെ ചില ബന്ധുക്കളായിട്ടുള്ള ചില സൗകര്യങ്ങളും ഇങ്ങനെയൊക്കെ പലരും അവിടെ കടന്നു വരാനിടയായി. പാത്തങ്കര ഇരിക്കുമ്പോൾ അണമുഖം എന്ന സ്ഥലത്തൊരു പ്രവർത്തനം ഉണ്ടായി. അണമുഖം നേടാമിൻ്റെ വെള്ളം വന്ന് ലാസ്റ്റിൽ തങ്ങ് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അണമുഖം. അത് അണമുഖം എന്ന് പറയുന്നത്. അവിടെ പ്രവർത്തനം, അവിടെ ഇന്ന് മറ്റൊരു സഭയുണ്ട്, മറ്റൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. എത്രത്തോളം സഭകൾ പാസ്റ്ററിൻ്റെ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പുള്ളിപ്പാറ ഇരിക്കുമ്പോൾ അവിടെ ഒരു 3 പ്രവർത്തനം.
അതൊക്കെ ഇപ്പോൾ സഭകളാണോ? അവിടെ എല്ലാം ഇപ്പം സഭകളായി. ഓ പ്രൈസ് ഗോഡ്. പിന്നെ പട്ടോളത്തിരിക്കുമ്പോൾ ഒരു പ്രവർത്തനം ഉണ്ടായി, ദേവറക്കുഴി ലക്ഷം വീടിലാണ്. അവിടെ 5-6 വർഷം വരെ സൺഡേ സ്കൂളായിട്ട് നടത്തി, വാർഷികം നടത്തി, മൈക്ക് സെറ്റൊക്കെ വെച്ച് പിള്ളേർക്ക് പ്രൈസ് എല്ലാം കൊടുത്തു. ഒരു സഭ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ പരിപാടി രാത്രി യോഗങ്ങൾ നടത്തുമായിരുന്നു. ഞാൻ പോകുന്നതോടുകൂടെ അതും അതങ്ങ് നിലച്ചു. ഇപ്പോൾ അതിൻ്റെ അടുത്ത് വേറെ സഭകളുണ്ട്. ആ വിശ്വാസികൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതെ അതെ. പക്ഷെ അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുവാണ് പാസ്റ്ററെ. ദീർഘവർഷം കർത്താവിൻ്റെ വേലയിൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ സുവിശേഷ വേല എളുപ്പമുള്ള ജീവിതമല്ലല്ലോ, കഷ്ടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണല്ലോ. അപ്പോൾ മിനിസ്ട്രി ഫീൽഡിൽ എവിടെയെങ്കിലും ഉടഞ്ഞു പോയിട്ടുള്ള അവസ്ഥകളും അതിനുശേഷം എങ്ങനെയാണ് പാസ്റ്റർ കയറി വന്ന അനുഭവങ്ങളൊന്ന് എന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? ഏറ്റവും പ്രയാസമായി വന്നത് 2002 ഒക്ടോബർ മാസത്തിൽ 14-ാം തീയതി എൻ്റെ ഭാര്യയുടെ വേർപാടാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിശ്വസ്തമായൊരു ഭാര്യയായിരുന്നതാണ് എൻ്റെ ഭാര്യ. പേരെങ്ങനെ? പേര് പ്രേമ ജോൺ. പ്രേമ എന്നാണ് എൻ്റെ പേര് കൂടി ചേർത്താണ് പ്രേമ ജോൺ എന്ന് വിളിക്കുന്നത്. അവൾ നല്ല വിശ്വസ്തയായവളാണ്. എന്നെക്കാൾ കുറേ കൂടി നല്ല സുവിശേഷ വേലയ്ക്ക് പ്രാപ്തയാണ്. കാരണം TPMലെ പഠനമാണത്. TPM കാര്യമായിരുന്നു. അവിടെ വേലക്കാരുമായിട്ടൊക്കെ വേലക്കാരികളുമായിട്ടൊക്കെ സഹകരിച്ചുള്ള പ്രവർത്തനമാണ്. അതിലെ വേലയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയും കൂടെയുള്ള പരിപാടി ഇരിക്കുമ്പോഴാണ് ഈ വിവാഹ ആലോചന വരുന്നത്. അങ്ങനെയാണ് പിന്നെ അവൾ അപ്പൻ അതിലോട്ട് വിടാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വേലയ്ക്കാണല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി നമ്മുടെ യോഹന്നാൻ പാസ്റ്റർ ചോദിച്ചപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് എന്നോട് അയക്കാനിടയായത്. അത്ര വിശ്വസ്തമായിരുന്നു. എല്ലാ നിലയിലും, പ്രാർത്ഥനയിലും സഹകരണത്തിലും വിശ്വാസത്തിലും ആത്മാക്കളെ നയിക്കാനും പ്രത്യേക ഒരു കഴിവ് അവൾക്കുണ്ടായിരുന്നു. ഈ 2021 തന്നെ എൻ്റെ പ്രാരംഭത്തിൽ ഈ സോഡിയം കുറഞ്ഞ് എഴുന്നേക്കാൻ മേലാതെ കിടപ്പിലായിരുന്നു. വല്ലാത്ത പ്രതിസന്ധി, വല്ലാത്തൊരു അവസ്ഥ നേരിട്ടു. അങ്ങനെ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ 10 ദിവസം കിടക്കേണ്ടി വന്നു. ആ ട്രീറ്റ്മെൻറ്റിൽ ഒരുവിധം വിടുതലുണ്ടായി. എന്നിട്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും കണ്ണുനീരും എൻ്റെ പ്രാർത്ഥനയും കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു. അത്ഭുതമായി ദൈവം വിടുവിച്ചു. ആ സമയത്ത് എന്നോട് ദൈവാത്മജനം സംസാരിച്ചു, എനിക്ക് ഇനിയും ശുശ്രൂഷയുണ്ട് എന്ന്. ആ ഉറപ്പെനിക്ക് ഉണ്ടായതോടുകൂടെ എനിക്ക് പൂർണ്ണൊരു വിടുതൽ ആശ്വാസം ഉണ്ടായി. അപ്പോൾ ഇപ്പോഴും ഞാൻ ശുശ്രൂഷയിലായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഏകദേശം എത്ര വർഷത്തോളമായി പാസ്റ്റർ മിനിസ്ട്രിയിലായിട്ട് ഇപ്പോൾ ഇത് 73 ഇപ്പോൾ 49-48 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 49 പ്രവേശിക്കുകയാണ്. ഈ ശുശ്രൂഷ കാലഘട്ടം ദൈവം നടത്തി. അതുപോലെ തന്നെ പാസ്റ്റർ ദൈവം നടത്തി ഏതെങ്കിലും ഒരു അത്ഭുതം, ജീവിതം മുഴുവൻ അത്ഭുതങ്ങളാണ്, എടുത്തു പറയത്തക്ക മറക്കാനാവാത്ത ഒരു അത്ഭുതം ഷെയർ ചെയ്യാൻ പറ്റുമോ? പെരുങ്കടവിള ചർച്ചിലിരിക്കുമ്പോൾ സെവന്ത് ഡേ സഹോദരിക്ക് ഭൂതം ബാധിച്ചു. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടവർക്ക് വിടുതലുണ്ടായില്ല. അവരുടെ ഒരു അനിയത്തിയുടെ മോൻ ആ ചർച്ചിൽ വരുമായിരുന്നു. അവന് ഞാൻ ആ കാര്യം പറഞ്ഞു, പക്ഷേ എൻ്റെ കുഞ്ഞമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. പ്രാർത്ഥിച്ച് പിശാച് ഇളകി. ഏകദേശം 13ഓളം പിശാചുക്കൾ പൈശാശക്തികൾ വന്ന് ഭയങ്കരമായിട്ട് ആയിരുന്നു. പക്ഷേ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ആ സഹോദരിക്ക് പൂർണ്ണ വിടുതലുണ്ടായി. പിന്നെ അതിൽ വിവാഹം കഴിഞ്ഞൊക്കെ പോവുകയും ചെയ്തു. ബോംബെയിൽ ഞാൻ 4 വർഷത്തോളമായിരുന്നു, മഹാരാഷ്ട്രയിൽ. അവിടെ ഒരു സഹോദരിക്ക് ഇതുപോലെ തന്നെ, ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മറാഠികൾ ആ വേലയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച് ഞങ്ങളോട് ഓടിക്കാൻ വേണ്ടി പല പരിപാടികൾ ചെയ്തു. അവിടെ 24 മണിക്കൂർ ഞങ്ങൾ ചെയിൻ പ്രയർ വയ്ക്കും. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥന പിറ്റേന്ന് രാവിലെ വരെ ഞാൻ എല്ലാ ദിവസവും ചെയിൻ പ്രയറായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. ഓരോ മണിക്കൂർ ഓരോ ആളുകൾ വീതം. അങ്ങനെ പ്രാർത്ഥിച്ച്
എന്തായാലും അവിടെയും 3 സുവാസ പ്രാർത്ഥന വെച്ചു. അവിടെ ഉള്ള ഒരു സഹോദരിയിൽ കൂടെ പിശാച് വെളിപ്പെട്ടു. അതും കളരിമൂർത്തി വരെയുള്ള പൈശാചിക ശക്തികളുണ്ടായിരുന്നു. ആ മഹാരാഷ്ട്രയുടെ കളരിമൂർത്തി വരുമ്പോൾ എന്നെ ഉപദ്രവിക്കാനാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും പ്രാർത്ഥിച്ചു. ആ 13 ശക്തികൾ ഒഴിഞ്ഞുപോയി. ആ സഹോദരിക്ക് അത്ഭുതമായി വിടുതലുണ്ടായി. ഇതൊക്കെ മിനിസ്ട്രിയിലടുത്ത് വർധനവിന് കാരണമായി തീർന്നല്ലേ? അതെ അതെ അതെ, വർധന കാരണമായി. ആ ദേശത്തിൻ്റെ അത്ഭുതമായി മാറി. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ തന്നെ ആലത്തൂർ സഭയിലേക്ക് ഒരു സൗകര്യം. അതുപോലെ ഈ പാസ് എത്രത്തോളം സഭകൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്? ശുശ്രൂഷിച്ചത് 10-20 സഭകളോളം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈ സഭകളിൽ കെട്ടുപണികളുടെ സമയങ്ങളിൽ അങ്ങനെയുള്ള പണികളുണ്ട്. ചപ്പാത്തിങ്കര ഒരു പാഷനേജ് ഇല്ലായിരുന്നു. ഒരു പാഷനേജ് പണിതു പാസ്റ്റ് കാലഘട്ടത്തിൽ. അതെ, ആദ്യം ഒരു 2ാം പ്രാവശ്യം വീണ്ടും ഞാൻ അവിടെ പോയി. കിച്ചണൊന്നുമില്ലായിരുന്നു. ആദ്യത്തൊക്കെ പോയി, പിന്നെ സഭ പുതുക്കി പണിതപ്പോൾ എല്ലാം പോയി കഴിഞ്ഞു. വീണ്ടും ചെന്ന് 2 ബാത്റൂം പണിതു, ഒരു കിച്ചൺ. കെട്ടുപണിക്ക് ഉപയോഗിച്ചല്ലേ? എത്ര സഭകൾക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്? അങ്ങനെ അതൊന്ന് പെരുങ്കടവള, അവിടെ ഒരു പാഷനേജ് പണിതു. പോയിട്ട് പട്ടോളത്ത് വന്നിട്ട് നല്ലൊരു ഹാള് 10-35 മീറ്റർ നീളത്തിൽ പാസ്റ്ററിന്റെ കാലഘട്ടത്തിൽ പട്ടോള സഭ അവിടെ പണിതു. അതുപോലെ തന്നെ പാസ്റ്റർ, നിങ്ങൾ പാസ്റ്ററിന്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? ഭാര്യ TPM-കാരായിരുന്നു. അവിടുന്നാണ് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ജീവിച്ച്. ഇപ്പം എനിക്ക് ദൈവം 4 മക്കളെ തന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ ആഗ്രഹം, ചെറുപ്പത്തിലുള്ള ആഗ്രഹം, നമ്മുടെ മക്കൾ എത്ര പേര് ദൈവം തന്നാലും അവരെല്ലാം സുവിശേഷ വേലക്കാരാകണം. ഇന്നത്തെ തലമുറകൾ അതിന് ആഗ്രഹിക്കില്ല, താല്പര്യപ്പെടില്ല. ചെറുപ്പത്തിലാകുന്നില്ല അവരെ ട്രെയിൻ ചെയ്ത് അതിൽ പ്രോത്സാഹനം കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാത്രി ഉറങ്ങുമ്പോൾ ഇവരുടെ കട്ടിലിൻ്റെ കീഴെ പോയിരുന്ന് ഞാനും ഭാര്യയും കൂടെ ഒരു ചരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഇവർ വഴിതെറ്റി പോകരുത്, ഇവർ ദൈവ വഴിയിൽ കാണണം, ദൈവമക്കളായി തീരണം. ഞങ്ങൾ പറയാതെ അവർ സ്നാനപ്പെടുന്നത് ഇങ്ങോട്ട് ആവശ്യപ്പെടണം. അവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വേലയിൽ കാണണം എന്നിവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവർ ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് പ്രാർത്ഥന. ഒന്ന് പറയാം. മൂത്ത മകളുടെ പേര് ഫേബ. അവളെ വിവാഹം ചെയ്തത് മാസ്റ്റർ ബിജു പോൾ എന്ന ദേവദാസനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വരുന്ന ഷാരൻ ഫെലോഷിപ്പിൻ്റെ തന്നെ നെയ്യാറ്റിൻകര റീജിയനിലെ കൊറ്റാമം സെക്ഷനിൽപ്പെട്ട ഇവിടെ ഓണംകോട് സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. 2ാമത്തെ മകള് ഷേർലി ജോൺ. അവൾ കുടിക്കുന്നിൽ എന്ന് പറയുന്ന പോത്തൻകുടനടുത്ത് സുഭാഷ് ജോൺ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവരിന്ന് കൊടിക്കുന്നിലിനടുത്ത് തന്നെ അവിടെ ഒരു ചർച്ച് സ്വതന്ത്രമായിട്ട് അവരിന്ന് പ്രവർത്തിക്കുന്നു, അവിടെ നടത്തുന്നു. കൂടാതെ പട്ടത്ത് അതിൻ്റെ ബ്രാഞ്ച് പ്രവർത്തനവും കൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. LICയുടെ പട്ട സ്കൂളിൽ LICയുടെ തന്നെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 3ാമത്തേത് മോനാണ്, സാജു ജോൺ എന്ന് പറയും. പുള്ളിക്കാരൻ ഇവിടെ മടത്തറ എന്ന സ്ഥലത്ത് FGICയുടെ ഒരു പ്രവർത്തകനായ ശുശ്രൂഷകനായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് പിന്നെ ഇളയ മോള് ഫിജി ജോൺ എന്ന് പറയും. അവള് സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർ ഷാരൻ ഫെലോഷിപ്പിൽ തന്നെ പ്ലാമുട്ടുകടയ്ക്കടുത്ത് പുഴിക്കുന്ന് ഷാരൻ ചർച്ചിലാണ് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവിടെ ശുശ്രൂഷകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പാസ്റ്ററെ, ഇന്നത്തെ ഒത്തിരി പാസ്റ്റർമാരുടെ തലമുറകൾ ഇതിന് വരാൻ മടിക്കുകയാണ്. അതെ അതെ. പക്ഷേ പാസ്റ്ററിൻ്റെ 4 മക്കളും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. വലിയ സന്തോഷമാണ്. പക്ഷെ ഇന്നത്തെ തലമുറകളൊക്കെ വരാൻ മടിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാരണമെന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ ലൈഫിൽ വന്ന കഷ്ടങ്ങൾ അവർ കണ്ടിട്ട് ഞങ്ങൾക്ക് വരാൻ ഞങ്ങൾക്കിത് വേണ്ട എന്ന് വയ്ക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. പാസ്റ്ററിൻ്റെ ലൈഫിൽ എങ്ങനെയാ ശുശ്രൂഷ മേഖലയിൽ കഷ്ടപ്പാടുണ്ടായിരിക്കുമല്ലോ? ഇഷ്ടംപോലെ കഷ്ടപ്പാട്, പട്ടിണി, ദാരിദ്ര്യം, ഞെരുക്കം ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും മക്കളെ കർത്താവിൻ്റെ പേരിൽ പിന്തിരിച്ചില്ല. ഇല്ല. ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു?
ഞങ്ങളുടെ ഈ പ്രയാസം അവരെ പിന്തിരിപ്പിക്കാൻ പാടില്ല. അതവരെ ഒരു മൈനസ് പോയിൻ്റായിട്ട് അവർക്ക് തീരരുത്. അവർക്ക് പ്ലസ് പോയിൻ്റായിട്ട് അത് മാറണം. അതിൽ പ്രാർത്ഥിച്ചു. എന്തോ ദൈവം പ്രാർത്ഥന കേട്ടു. ഇന്നവരെല്ലാം കർത്താവിൻ്റെ വേലയിൽ ഉണ്ട്. അതാണ് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം. അവരാ മൂത്ത മോള് മാത്രമേ ബൈബിൾ കോളേജ് പഠിക്കാതെ ഉള്ളൂ. രണ്ടാമത്തോള് സറാംപൂറിൻ്റെ BTH ആണ്. മോനും BTH ആണ്. ഇളയോളും BA in തിയോളജിയാണ്. അവരെല്ലാം മണക്കാലയും പെരുകടലയൊക്കെ പഠിച്ചതാണ്. പക്ഷെ അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയുണ്ട് പാസ്റ്റർ. നിങ്ങളുടെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഒത്തിരി ത്യാഗം സഹിച്ച് കർത്താവിൻ്റെ വേല ചെയ്തവരാണ്. ഇന്നും ത്യാഗം സഹിക്കുന്നില്ലെന്നല്ല ഉണ്ട്. പക്ഷേ വലിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ അനുഭവങ്ങളിൽ നിന്നും ഒരു പുതിയ സുവിശേഷ വേലക്കാർക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം ഞങ്ങളുമായി ഷെയർ ചെയ്യാം. ചെയ്യാമല്ലോ. ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരു ന്യൂജൻ രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങളുടെ അനുഭവത്തോട് ചേർന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഒരിക്കലും ദിവസം പറഞ്ഞ ഒരു ട്രൈ ക്ലീനിങ് മാനസാന്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയായ അകത്തുള്ള ഒരു വ്യത്യാസം വരുന്നില്ല. ഇന്ന് പുറമേ കൂടിയുള്ളൊരു ജീവിതമാണ് പലരും ആഗ്രഹിക്കുന്നത്. എല്ലാം വേണമെന്നുള്ള ചിന്ത. അതിനേക്കാൾ ഉപരി അകം കർത്താവിന്, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് സെൻറ്റേഡ് എന്നാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതം. അപ്പോൾ ക്രിസ്തുവിന് കേന്ദ്രസ്ഥാനം, കർത്താവിനും കേന്ദ്രസ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറാകണം. ഇതാണ് എനിക്ക് ഒന്നാമത് തലമുറയോട് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ഉള്ള യാത്രകളും പ്രവർത്തനങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിന്, കർത്താവിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ജീവൻ വെച്ചതും നമുക്ക് വേണ്ടി രക്തം ചിന്തിയതും നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് ഒരുക്കിയതും നമ്മെ സ്വർഗപ്രാപ്തരാക്കാൻ വേണ്ടി കടന്നു വന്നതും കർത്താവായ യേശു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസവും പ്രത്യാശയും ഉറപ്പും നമ്മളെ കൈവരിച്ചുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നിലകൊള്ളണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഏവരും തയ്യാറാകണമെന്നുള്ളതാണ് ഈ തരുണത്തിൽ ഇതിൽ കൂടെ ഓർപ്പിക്കാനുള്ളത്. താങ്ക് യു പാസ്റ്റർ. ദീർഘവർഷം കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന അതേ മനുഷ്യനാണ്. അനേക പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. അനേക സഭകൾ പണിയുവാനും അതുപോലെ പാഴ്സണേജുകൾ സഭയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പണിയുവാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അനേക ആത്മാക്കളെ നേടുവാൻ ചെറുപ്രായത്തിൽ തന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചു. തൻ്റെ 4 മക്കൾ കർത്താവിൻ്റെ വേലയിലാണ്. സാമ്പത്തികമായി ചോദിച്ചാൽ ഒരുപക്ഷെ അധികമൊന്നും നേടിക്കാണത്തില്ല. പക്ഷേ സ്വർഗത്തിൽ നിലനിൽക്കുന്ന വലിയൊരു സമ്പത്ത് കർത്താവിൻ്റെ ദാസൻ ഈ ഭൂമിയിൽ വെച്ച് നേടിയിട്ടുണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിശ്ചയമായിട്ട് കർത്താവിൻ്റെ ദാസൻ്റെ പ്രവർത്തനങ്ങൾ, സാക്ഷ്യങ്ങൾ നിങ്ങൾക്കൊരു ഒരു ഇൻസ്പിറേഷനായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാസ്റ്റർ, ഇത്രയും സമയം ഞങ്ങളുടെ ഹാർവസ്റ്റ് ടീമുമായി തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ ഞങ്ങളുടെ TV-യുടെ പേരിൽ, ഹാർവസ്റ്റ് ടിവിയുടെ പേരിൽ പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. ഹാർവസ്റ്റ് TV-യുടെ പ്രവർത്തകർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച് കൊണ്ടുവന്ന പ്രിയ GL ഷിബു പാസ്റ്റർക്കും പ്രത്യേക നന്ദി പറയുകയാണ്. എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തുവാൻ ഇടയാക്കിയത് വളരെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവർക്കും അത് ഒരു പ്രചോദനവും ഉത്സാഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ വിരമിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.